class. Our lesson is average. 6ാം ക്ലാസ്സിലെ ആവറേജ് എന്ന് പറഞ്ഞ ലെസൺ ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദി ആവറേജ്? എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ എ നമ്പർ എക്സ്പ്രസിംഗ് ദി സെൻട്രൽ വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ആവറേജ്. സെൻട്രൽ ഓർ മിഡിൽ വാല്യൂ, അതായത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് മിഡിലിൽ വരുന്ന സെൻട്രലിൽ വരുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ ആവറേജ്. അത് കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ആവറേജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് എഴുതുന്നത്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് divided by total number of items. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല മനസ്സിലായോ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. Some cases they will give total amount and total number of items directly. ചില കേസസിൽ ടോട്ടൽ എമൗണ്ടും ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസും ഡയറക്റ്റ് ആയിട്ട് തന്നേക്കും. എങ്കിൽ ജസ്റ്റ് ആ വാല്യൂസ് ഈ ഫോർമുലയിലോട്ട് ഇടുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ചില കേസസിൽ ടോട്ടൽ എമൗണ്ടും ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസും തരത്തില്ല. പകരം ദേ വിൽ ഗീവ് ഡേറ്റ കളക്റ്റീവ്ലി. ഡേറ്റ ഇങ്ങനെ റോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ഓൾ വാല്യൂസ്. ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഫോർമുലയിലോട്ട് ഇടുക. അപ്പോഴേക്കും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് രണ്ട് കേസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കേസിൽ ഫസ്റ്റ് കേസ് 1 ഞാൻ എന്താ പറഞ്ഞത്? they will give total amount and total number of items. ടോട്ടൽ എമൗണ്ടും തന്നിട്ടുണ്ടാവും, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസും തന്നിട്ടുണ്ടായിരിക്കും. ടോട്ടൽ എമൗണ്ട് 64 എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം എന്ന് പറയുന്നത് 4 എന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജിന്റെ ഫോർമുല നമുക്കറിയാലോ, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ദെൻ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് നമുക്ക് ആദ്യം ഇടാം. 64 ഡിവൈഡഡ് ബൈ 4. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 64 ഡിവൈഡഡ് ബൈ 4. 1 ടൈം ഫസ്റ്റ് 6ൽ 4 1 ടൈം. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ബാലൻസ് വരും. നെക്സ്റ്റ് ഡിജിറ്റ് നമ്മൾ താഴോട്ട് എടുത്ത് എഴുതും. ഇപ്പോൾ 24ൽ 4 എത്ര ടൈംസ് പോകും? 24ന്റെ ടേബിൾ പറഞ്ഞ് നോക്കിയേ, എത്ര ടൈംസ് പോകും 4? 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, 6 4s are 24. സോ 6 ടൈംസ് പോകുമ്പോൾ 24 ആയിട്ട്. അപ്പോൾ നമുക്ക് കോഷ്യന്റ് കിട്ടിയില്ലേ? എത്രയാണ്? 16. നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. ഇപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഇത് കേസ് 1. സെക്കൻഡ് കേസ് ഞാൻ എന്താ പറഞ്ഞത്? ദേ വിൽ ഗീവ് ഡേറ്റ കളക്റ്റീവ്ലി. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സം ഓഫ് ഓൾ വാല്യൂസ് ആൻഡ് സം ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ് കണ്ടുപിടിക്കണം. അപ്പോൾ കേസ് 2 നമുക്ക് നോക്കാം. കേസ് 2 കുറച്ച് ഡേറ്റ അവർ തന്നിട്ടുണ്ടായിരിക്കും. 7 5 6 8 4 3 2 ഇത്രയും ഡേറ്റ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ഓൾ വാല്യൂസ്. എല്ലാ വാല്യൂസിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് equal to 7 plus 5 plus 6 plus 8 plus 4 plus 3 plus 2 equal to 7 plus 5 12, 12 plus 6 18, 18 plus 18 26, 26 plus 4
30. 30 plus 3, 33. 33 plus 2, 35. Then we got total amount 35. Then total number of items, just count it. 1, 2, 3, 4, 5, 6, 7. 7 items are there. Then total number of items, items 5, 7. Total number of items 7. Then average equal to total amount divided by total number of items. So 35 divided by 7. We know the 7's table, right? 7 1s are 7, 7 2s are 14, 7 3s are 21, 7 4s are 28, 7 5s are 35. So average is 5. Now you understand how to calculate average, right? We can discuss the problems in the textbook. Go through the textbook page number 19. Page number 19 പ്രോബ്ലത്തിലോട്ട് പോകാം. ആവറേജ് പല ടൈപ്സ് ഓഫ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആവറേജ് എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ഡൊണേഷൻ മാത്സ്. അതായത് എന്തെങ്കിലും ഒരു പർപ്പസിനായിട്ട് ഒരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എത്ര പാർട്ടിസിപ്പൻസ് ഇൻവോൾവ് ചെയ്യുന്നോ അവരുടെ കയ്യിൽ നിന്നെല്ലാം സെയിം എമൗണ്ട് കളക്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിൽഡ്രൻ ഇൻ ക്ലാസ് 6A ഡിസൈഡഡ് ടു റൈസ് 1000 rupees to buy books for the library. There are 40 students in the class and they decided that all of them should give the same amount. എല്ലാവരും സെയിം എമൗണ്ട് കൊടുക്കണം. 1000 rupees കളക്ട് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈച്ച് സ്റ്റുഡൻസ് എത്ര വെച്ച് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ പ്രോബ്ലം പറയുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 1000 rupees. 1000 rupees തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതും ഗിവൺ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 40. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് അറിയാം. ആവറേജ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് or children equal to 1000 divided by 40. ഡിവിഷൻ നിങ്ങൾക്ക് അറിയുന്നത് ഏത് മെത്തേഡാണോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യാം. ഇവിടെ ഞാനൊരു മെത്തേഡ് പറയുവാണ്. എൻഡിൽ സീറോസ് വരികയാണെങ്കിൽ അതായത് അത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നമ്പറിൻ്റെയും ഫ്രണ്ടിൽ ഓരോ സീറോ അല്ലേ ഇടുന്നത്. അതുപോലെ ഡിവിഷനകത്തും നമുക്ക് ചെയ്യാൻ പറ്റും. 1000 ഡിവൈഡഡ് ബൈ 40 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 100 ഇൻറ്റു 10 എന്ന് എഴുതി. 100 ഇൻറ്റു 10 1000 ആണ്. 40യെ 4 ഇൻറ്റു 10 എന്ന് എഴുതി. ഇത് ഞാനൊരു മെത്തേഡ് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ 10 ഡിവൈഡഡ് ബൈ 10 വരും. നമുക്കറിയാം ഏത് നമ്പറിനെയും എനി നമ്പറും സെയിം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 1 ആണ്. ഇനി 100 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. 100 ഡിവൈഡഡ് ബൈ 4 2 ടൈംസ് 8. 2 ബാലൻസ് വരുന്നു. 0 നമ്മൾ താഴേക്ക് എഴുതുന്നു. അപ്പോൾ 20. 20ൽ 4ന്റെ ടേബിൾ പറയണം. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20. സോ 25 ആണ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ് ഷുഡ് ഡൊണേറ്റ് 25 rupees. ഈച്ച് children should donate 25 rupees.
can discuss one more problem to find out the average value. Average value കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 20 പോയിക്കോളൂ. ആ പേജ് എടുക്കൂ. അതിനുള്ളിലുള്ള പ്രോബ്ലം ഇതാണ്. മണിക്കുട്ടൻ സപ്ലൈസ് മിൽക്ക് ടു ദ സൊസൈറ്റി ഈച്ച് ഡേ. ലാസ്റ്റ് വീക്ക് he supplied 56 liters in all. How much did he give each day of this week on average? പറഞ്ഞിരിക്കുന്നത് മണിക്കുട്ടൻ സൊസൈറ്റിയിൽ 56 മിൽക്കാണ് ഒരു വീക്കിൽ കൊടുക്കുന്നത്. ഒരു വീക്കിൽ ഓൾ ഡേയ്സിലും കൂടെ ആയിട്ട് 56 ലിറ്റേഴ്സ് മിൽക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈച്ച് ഡേയിൽ ഓരോ ദിവസവും എത്ര വെച്ചാണ് കൊടുക്കുന്നത്, ഓരോ ദിവസം ആവറേജ് എത്ര വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് total amount of milk equal to 56 liters. ഇനി 1 വീക്കിലാണ് കൊടുക്കുന്നത്. ഹൗ മെനി ഡേയ്സ് ഇൻ എ വീക്ക്? ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ്. So average, already we know the formula of average. Average in the formula നമുക്കറിയാം. Total amount divided by total number of days equal to 56 divided by 7. 56 divided by 7 is equal to 7ന്റെ ടേബിൾ പറഞ്ഞു നോക്കി. 1 7s are 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35, 6 7s are 42, 7 7s are 49, 8 7s are 56. So 8 liters. Then average amount of milk on each day is 8 liters. Average amount of milk on each day equal to 8 liters. ഇപ്പോൾ മനസ്സിലായില്ലേ ഹൗ ടു കാൽക്കുലേറ്റ് ആവറേജ് എമൗണ്ട്? ആവറേജ് എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കിട്ടും. ഇനി ടോട്ടൽ എമൗണ്ട് തന്നിട്ടില്ല, ഡേറ്റ ആയിട്ടാണ് തന്നേക്കുന്നതെങ്കിൽ ആ ഡേറ്റയിലെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴേക്കും ടോട്ടൽ എമൗണ്ട് കിട്ടും. ആ ഡേറ്റയിലെ വാല്യൂസ് എല്ലാം കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം കിട്ടും. ഇപ്പോൾ ടോട്ടൽ എമൗണ്ടിന് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കിട്ടും. ആവറേജ് ക്ലിയർ ആയില്ലേ?